ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോയപ്പോൾ ഉള്ള വിശേഷമാട്ടോ. ഞങ്ങൾ പോയത് ഏതാണ്ടൊരു ഈവനിങ് ആവാൻ, അതായത് 6-7 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. ഉള്ളിൽ കയറുമ്പം തന്നെ നല്ല രസമാണ്. അവിടെ ആ റൈറ്റിങ്സ് ഒക്കെ അതിൻ്റെ റൂഫിലും വാളിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ ആ കയറുന്ന പാടെയുള്ള വ്യൂ ഇതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്താണേലും. എന്നിട്ട് ആദ്യം തന്നെ നമ്മളെ കയറ്റി വിടുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്. ഇത് ശരിക്കും ഒരു ലിഫ്റ്റാണ്, പക്ഷേ ലിഫ്റ്റൊന്നും നമുക്ക് തോന്നത്തില്ല. നമ്മളെ ഒരു സ്പേസ് ഷിപ്പിലേക്ക് കയറ്റി വിട്ടിട്ട് അവിടെ സ്പേസിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് അങ്ങനത്തെ ഡീറ്റെയിലൊക്കെയാണ് അവർ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഡീറ്റെയിൽ എന്നതാണെന്നുള്ളത് കാണാം. കാരണം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെ നമുക്കത് കാണുമാകുമ്പം നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും, ഞാനത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പോൾ അത് നമുക്ക് കണ്ടാലോ. Assalamu alaikum. Greetings everyone. My name is Aya. I'm a digital resident of the Museum of the Future. Welcome to my home. Like everything you see here, I was envisioned by the Dubai Future Foundation and brought to life by storytellers, visionary technologists, and artists from around the world. My intelligence infuses this building and powers every exhibit it holds. As you voyage to the future, I will be your guide. The worlds that you will encounter are not predictions, they are challenges. Your task is to explore and return discoveries that can help the present. My intelligence can take in many forms, from light to sound. You'll find me most often as my avatar. Isn't she cute? Your journey begins in a very special place and time, Mohammed bin Rashid Spaceport, February 2071. The launch is about to start. Follow me. Thank you so much, Bernice. We can now go now. പിന്നെ നമ്മളെ അടുത്തൊരു സ്ഥലത്തേക്ക് കയറ്റുക. അതായത് ഇതാണ് നമ്മളിപ്പം സ്പേസ് ഷിപ്പിലേക്ക് പോകുന്ന രീതിയിൽ നമ്മളെ അങ്ങനത്തെ ഒരു ക്യാബിനിലേക്ക് അവർ കയറ്റിയിട്ട് ഇവിടെയാണ് നമുക്ക് ആ ഓരോ വിൻഡോയിലൂടെയും കാണാം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് കാണാതെ سيداتي وسادتي، إذا نظرت من الفضاء خارجا نحو الجانب الأيمن من الكبسولة ستلمحون محطة الفضاء المدارية أمامكم. أليس جميلا؟ لقد اغتنمت محطة الفضاء المدارية أمل التحكم في تمكين عملية الالتحام النهائية. لكن جميل جدا أن أقود رحلتكم اليوم. استمتعوا بهذا المنظر الخلاب. Ladies and gentlemen, if you look up into space on the starboard side of the capsule, you will see Oasis Home just coming to you now. Isn't she beautiful? Oasis Home now has control over our final
ഷിപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ആ ഓരോ പ്ലാനറ്റിനെ പറ്റി പഠിക്കുന്നതാണ്. ഇത് ഓരോ ചാപ്റ്ററായിട്ടാണ് ഈ ഓരോ ഫ്ലോർ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോർ, അതായത് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്, 6th ഫ്ലോറിൽ. അതിൽ ചാപ്റ്റർ 1 ആണ്. ആ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് സ്പേസ് ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം അതൊക്കെ എന്താണെന്നുള്ളത് കാണാതെ, ഇത് അതിലുള്ള ഒരു സ്പേസ് സ്റ്റേഷനാണ്. ആ സ്പേസ് സ്റ്റേഷനെ കുറിച്ചിട്ട് ആദ്യം അവിടെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു ബ്രീഫിംഗ് തരുന്നുണ്ട്. എന്തിനാണ്, ഏതിനാണ് അത് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെ. അതാണ് ഈ ഒരു സെക്ഷൻ. Orbital Space Station Home is the largest orbiting structure ever built and one of humanity's greatest achievements. للمحطة وظائف متعددة أهمها أنها مركز القيادة لمشروع نظام الطاقة الشمسية SOLAR. This belt of solar panels circles the moon, extending for over 10,000 kilometers. The solar energy collected in the panels is converted into laser beams of electric energy. Known as the Monument to the Pioneers. The Monument to the Pioneers is a gift from the US Space Agency, and this is to honor everyone who sacrificed their life for the sake of space and science. And therefore, if you take one step back, you just go from there all the way to the middle. You'll get to see the names of original pioneers engraved right here, starting with Laika, which was in 1957 in the Soviet Union. And after Laika, we had so many animals as well as people who made it possible for us to better understand more about our universe today. On top of this structure, we also have the name Christopher McCauley, who was a school teacher, and in 1986, she took part in the Shuttle Challenger. And right here, we also have the mechanical functions of the solar system, as you can see with the 8 planets orbiting around the sun. So pioneers have been joined into our interactive stations. So the first one there is our mission statement, where you get to see every mission we've ever had in space. This will include past, present, and future missions. This one here is the Sol Station, which is placed towards the energy transmission, as I was showing us earlier, from the moon's surface to our planet Earth. All the objects in play have been better explained right here, but we can now read more and understand how the Sol works. പിന്നീട് അവിടെ കുറേ കാണാനുള്ളത് എന്നാന്ന് വെച്ചാൽ സ്പേസ് ഷിപ്പിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മോണിറ്റർ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മുടെ കയ്യിൽ കയറുമ്പോൾ ഒരു റിസ്ബാൻഡ് അവർ തരുന്നുണ്ട്. ആ റിസ്ബാൻഡിൻ്റെ ആ ഒരു പോർഷൻ അവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ സ്പേസ് സ്യൂട്ടിൽ നമ്മൾ കാണാൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് ആ സ്പേസ് സ്യൂട്ടിൻ്റെ അകത്ത് വന്ന് നമ്മളതിൽ ആ ഒരു ഡ്രസ്സപ്പിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജ് നമുക്കവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിപ്പം നമ്മൾ അവിടെ സിയ കുഞ്ഞിനെ വെച്ചിട്ട് ഫോട്ടോ എടുപ്പിക്കുന്നതാണ്. അങ്ങനെ സിയ സ്പേസ് സ്യൂട്ട് ഇട്ടിട്ട് സ്പേസിൽ പോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വരുന്നതായിട്ട് അടുത്തൊരു ഇത് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു പ്ലാന്റൊക്കെ, അതായത് ഇപ്പോൾ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതായത് ഫ്യൂച്ചറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അതെങ്ങനെയാണ് വരുന്നത്, എന്താണ് വരുന്നത് എന്നുള്ള ആ ഡീറ്റെയിൽ ആണ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. to handle fires that may just suddenly occur. And we use like an
and technology to achieve so. Over here, I do have a highlight feature, highlights different aspects of the rainforest from day to night. Looking at over here, this theatrical guide or the solid unique fun guide is how they bring it here. Technology that allows us to extract DNA from these samples without physically touching or removing them. So we have a synthetic tool that allows us, with the help of technology, to extract as much DNA data that we need to run experiments without physically moving the DNA. Okay? Now, if you're looking for plants, you're looking to your right. Please do not use flash, as it's extremely sensitive to eyes in a dark room. Please do not touch the jars because they're very fragile. Now, if you're looking for animals, humans, you're looking on this side, okay, towards your right. Kindly explore, and if you have any questions, kindly ask. Our scientists will be using a device called... വെച്ചാൽ ഈ ഓരോ സംഭവത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ അതിൻ്റെ DNA സാമ്പിൾസോ എടുക്കാതെ തന്നെ അതിൻ്റെ ഒരു ബാർകോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എടുക്കാനായിട്ട് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യുന്നതായിട്ട്. ഇതതുപോലെ വിൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമ്മളവിടെ അതിൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് സ്ക്രീനിൽ അങ്ങനെ കാണാൻ പറ്റും. അത് ഓരോ സെക്ഷനിലും നമുക്കവിടെ ഓരോ പോസ്റ്റ് തന്നിട്ടുണ്ട്. അത് ഓരോന്നിലും ഓരോന്ന് എനിക്ക് കിട്ടിയത് വിൻഡ് റെസിസ്റ്റൻ്റ് ആയിരുന്നു. അതിൻ്റെ ഇമേജ് അവിടെ കണ്ട്. ഇവിടെ ഈ കാണുന്നതല്ല ഓരോ ഇൻക്യൂബുലേറ്ററാണ്. ഇതിൻ്റെ അകത്ത് ഓരോ വെതർ കണ്ടീഷനെയും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഓരോരോ സംഭവങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഇതിന് ആവശ്യം വരുമ്പോഴത്തേക്കും ആ ഇൻക്യൂബുലേറ്ററിൽ നിന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതി. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സ്ക്രീനിൽ എന്താണിത്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെല്ലാം അവിടെ അവർ കാണിച്ചും തരുന്നുണ്ട്. ആ ഒരു വാളിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അതൊരു ഹാബിറ്റാറ്റായിട്ട് അത് എങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഇവിടെയും ഒരു ഇൻക്യൂബുലേറ്റർ പോലെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പം നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കയറിയേക്കുവാണ്. ഇവിടെ കൂടുതലായിട്ടും നമ്മളുടെ ഫീലിങ്സിനെയാണ്. ഇതിപ്പം ഫസ്റ്റ് കയറുന്ന പാടെ ഒരു മാറ്റുണ്ട്. ആ മാറ്റിൽ ചവിട്ടുമ്പം നല്ല രസമാണ്. അതായത് നല്ല പൊതു എന്നുള്ള രീതിയിൽ അവിടെ വെച്ചേക്കും. അപ്പോൾ അതിന് മേലെ കൂടെ നടക്കുമ്പം നല്ലൊരു രസമുണ്ട്. പിന്നെ അവിടുന്ന് നേരെ ഓരോരോ സെക്ഷനായിട്ട് അവിടെ ഓരോ തെറാപ്പി പോലെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫീലിംഗ് തെറാപ്പി, അതായത് നമ്മൾ അവിടെ അതിന് മേലെ നമ്മുടെ രണ്ട് കൈമുണ്ട്. ഒരു കയ്യിൽ ക്യാമറ ചെയ്തുകൊണ്ട് എനിക്കത് പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റാത്തത്. അവിടെ ആകുമ്പോഴത്തേക്കും നമുക്കത് നമ്മുടെ കയ്യിൽ ഒരു വേവ് വരും. പിന്നെ ശബ്ദത്തിൻ്റേത്. ഇതിപ്പം സ്റ്റിൽനെസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കിടന്ന് റിലാക്സ് ആവുന്നത്, അതായത് നമ്മുടെ ബോഡീനെ എങ്ങനെ റിലാക്സ് ആക്കാം പല വഴിയിലൂടെ, അതിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമുക്കതിൻ്റെ പുറത്തോട്ട്, അതായത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാൽക്കണി സൈഡിലേക്ക് വന്നിട്ട് നമുക്കൊരു വ്യൂ ഉണ്ട്. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള കുറേ ഇതൊക്കെയുണ്ട്. അത് ഒരു വേറൊരു വ്യൂ, കാരണം പെട്ടെന്ന് നമുക്ക് ആ ഒരു വ്യൂവിൽ നിന്ന് മാറി ഇത് വേറൊരു വ്യൂ, അങ്ങനെ രസമുണ്ടായിരുന്നു ഇത്. പിന്നെ അങ്ങോട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഓരോ ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഒക്കെയാണ്. ഇതിപ്പം അണ്ടർ വാട്ടറിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന മെറ്റീരിയൽ കൊണ്ടുള്ള ഷാംപൂ, അതുപോലെ അതായത് പ്ലാസ്റ്റിക് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെ ഉള്ള ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെയും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ജെറ്റ് സ്യൂട്ടാണ്. അതായത് നമുക്ക് ഇപ്പം നമ്മൾ ഓരോ വണ്ടികളൊക്കെ ഉപയോഗിക്കില്ലേ, അതിന് പകരമായിട്ട് നമുക്ക് ഈ ജെറ്റ് ഓണാക്കി നമുക്കൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു, അതായത് ആ ഒരു ഫ്യൂച്ചറിൽ നമുക്കുണ്ടാകാൻ പറ്റുന്ന പല ഡെവലപ്മെൻറ്റ്സ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഫ്യൂച്ചർ മ്യൂസിയത്തിൽ നമ്മൾ കണ്ട. ഒരു ഫ്ലോർ നമുക്ക് കവറാക്കാൻ പറ്റിയില്ല, അത് മിസ്സായിപ്പോയി. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിലെ ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്